ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ചെറിയൊരു പർച്ചേസിങ്ങിന് പോവാണ്. മറ്റൊന്നല്ല, ഹെസമോളുടെ ബർത്ത്ഡേ വരികയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് സൈക്കിൾ വാങ്ങിക്കണം, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്, പിന്നെ അതിനൊക്കെ ഉപരി ഇസുവിനൊന്ന് ഡോക്ടറെ കാണിക്കാണ്ട്. അപ്പോൾ അപ്പോൾ ഞങ്ങൾ മൂന്നാളും പാടെ പോവാണ്. ഹെസമോൾക്ക് മാസ്ക് ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്കൂട്ടിമേണ് പോണത്. ഹെസമോൾക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അഥവാ സൈക്കിൾ തന്നെ വാങ്ങിച്ചിട്ട് അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കുറച്ച് മുന്നേ ഇതേപോലെ ഇസോന് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ഓനിക്ക് ഭയങ്കര പരാതിയായിരുന്നു. എനിക്ക് നോക്കണ്ടിരുന്നു ഏത് സൈക്കിളാണ് എടുക്കേണ്ടത്, ഓനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു എടുക്കേണ്ടത്, അല്ലാതെ എന്നെ കൊണ്ടുപോകാതെ മമ്മ സൈക്കിൾ എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഇനി ഇവൾക്ക് വേണ്ട. പിന്നെ അതുമല്ലല്ലോ, നമ്മളെ ഇഷ്ടത്തിന് പോയി എടുത്തു കഴിഞ്ഞാൽ കാലെത്തൂല്ലേ ഒന്നും അറിയൂല. ഇവൾക്ക് ആദ്യമായിട്ടാണ് സൈക്കിൾ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും പെരിന്തൽമണ്ണ പിന്നെ റോയൽ എന്ന് പറഞ്ഞിട്ടൊരു സൈക്കിളിൻ്റെ കടയിലേക്കാണ് വന്നിട്ടുള്ളത്. ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമുണ്ട്. ചെറുതായിട്ട് അവൾക്ക് അറിയാവുന്ന സൈക്കിൾ എടുക്കാനാണ് എന്നുള്ളത്. ഒരു പ്രാവശ്യത്തിൻ്റെ മുന്നേ ഞങ്ങൾ മേലാറ്റൂർ തന്നെ സൈക്കിൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ നിന്ന് എടുത്തില്ല. അപ്പം സർപ്രൈസ് ആയിട്ടും അല്ലാതെ നമ്മൾ മക്കൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരുടെ ആ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയും സത്യത്തിൽ. അപ്പം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെച്ചാൽ പിന്നെ ഹെസമോള് ഒരു സൈക്കിളിൽ നിന്ന് മറ്റൊരു സൈക്കിളിലേക്ക് ഏതവൾക്ക് എടുക്കേണ്ടതെന്ന് പോലും നോക്കേണ്ടതെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. പിന്നെ അത്രക്കും നല്ല സന്തോഷത്തിലായിരുന്നു. ഒരു പ്രാവശ്യം തന്നെ ഞങ്ങൾ ജസ്റ്റ് പോയി നോക്കിയതാണ് സൈക്കിള്. അന്ന് എടുക്കണം വിചാരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് ഭയങ്കര എടുക്കാതെ പോകുന്നതുകൊണ്ട് തന്നെ ഹെസമോളാണെന്നുണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിക്കുക. ഞാനന്ന് എടുക്കാനല്ല, ജസ്റ്റ് ഒരു ഷോപ്പിലേക്ക് പോയി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു. അന്ന് എനിക്കിഷ്ടമായില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ പെരിന്തൽമണ്ണ ഉദയ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കിളിൻ്റെ ഷോപ്പിലേക്കാണ് ഞാൻ പോകണം എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ വേറൊരു ഷോപ്പ് കണ്ടപ്പോൾ അതിക്കാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നല്ല സൈക്കിളുകളുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേഗം മേലാറ്റൂരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പെരിന്തൽമണ്ണ നിന്ന് എടുത്തു കഴിഞ്ഞാൽ. പക്ഷെ അതൊന്നും നോക്കിയില്ല. ഈ ഒരു ഷോപ്പിൽ റേറ്റ് അത്യാവശ്യം കുറഞ്ഞതും ഉണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ സൈക്കിളും ഉണ്ടായിരുന്നു. ഞാൻ ഒരു പാകത്തിന് റേറ്റും കാര്യങ്ങളും മതി, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ള സൈക്കിൾ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്തായാലും റേറ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. ഈ ഒരു സൈക്കിളാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പോപ്പ് സ്റ്റാറിൻ്റെ ഒരു റോസ് കളറാണ്. ഇതിൻ്റെ തന്നെ റെഡ്, ഓറഞ്ച്, പിന്നെ ഒരു ബ്ലൂ, ഈ ഒരു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹെസമോൾക്ക് സൈക്കിൾ എടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഇസു നല്ല ഓനിക്ക് പറ്റിയ വണ്ടിമ്മ കയറി ഓരോ വിക്രസ് എടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഓനിക്കിനിപ്പോൾ ഒരു സൈക്കിൾ എടുക്കണം. ഓനെപ്പോഴും പറയും സൈക്കിള് കാട് നോക്കണം, ഒന്നില്ലെങ്കിൽ പഞ്ചർ, ഒന്നില്ലെങ്കിൽ ഓരോ പ്രശ്നമാണ് സൈക്കിളിന് എപ്പോഴും ഒന്ന് നേരാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഓനിക്കിനി ഞാൻ പറഞ്ഞു 10 വയസ്സാവട്ടെ, ആ ഒരു ബർത്ത്ഡേ കണക്ക് എടുത്ത് തരണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചിരിക്കുകയാണ്. സൈക്കിളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നു. ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണമോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജലദോഷമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിലും കൂടുതലൊന്നും അവൾ അയക്കണുണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് വയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ തന്നെ കുറേ നേരം ഞങ്ങളത് പോയിട്ടുണ്ടായിരുന്നു. 1, 2, 3 ഷോപ്പിൽ കയറണം, ഒന്നിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പോകണം വിചാരിച്ചിട്ട് ഇവിടെ തന്നെ കുറേ ടൈം ഞങ്ങളത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇഷ്ടമായൊരു ഡ്രസ്സ് എടുത്ത് അവിടുന്ന് വേഗം പോന്നു. പിന്നെ ഡോക്ടറെ കാണിക്കലും മറ്റു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഈ ഒരു പർച്ചേസിങ് വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.